കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയപ്പം അവരെന്നെ നന്നായിട്ട് സൽക്കരിച്ചു. ഡോക്ടറെ, നിങ്ങളെ ക്ലാസ്സൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട്, നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവം കൊണ്ടാണ് നിങ്ങൾ സൽക്കരിക്കുന്നത്. അപ്പോൾ അതാ നല്ല അവിടുത്തെ ഇത്താത്ത നല്ല രുചിയുള്ള ഒരു കഞ്ഞി കൊണ്ടുത്തന്നു. ഓട്സ് കൊണ്ടുണ്ടാക്കിയ കഞ്ഞി. നല്ല മധുരമുള്ള കഞ്ഞി കുടിച്ചപ്പോൾ ഒരു പായസത്തിനെ പോലെ തോന്നി. പക്ഷേ അവർ പറഞ്ഞതുപോലെ അടുത്ത ഹെൽത്തി ആണോ ഇത്? അല്ല എന്നെൻ്റെ മനസ്സ് മന്ത്രിച്ചു. കാരണം എന്താണ്, ഈ ഓട്സിലേക്ക് ധാരാളം ഷുഗർ ആഡ് ചെയ്ത് ഇതിനൊരു പായസമാക്കി ഉണ്ടാക്കുമ്പം ഈ ഓട്സിൻ്റെ നാര് കൊണ്ടും മറ്റും കിട്ടുന്ന ഗുണങ്ങൾ എന്താക്കും, ഈ മാധുര്യം കൊണ്ടങ്ങ് ഇല്ലാതായി പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ഓട്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന കുറച്ച് അബദ്ധങ്ങൾ ഒന്ന് പറഞ്ഞു തരാം, എന്നാൽ നമുക്ക് ഇനി ഉണ്ടാക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓട്സ് പാചകം ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം, എന്നാലേ നമുക്ക് അത് ശരിക്കും ഡൈജസ്റ്റ് ചെയ്ത് പോവുള്ളൂ. പലപ്പോഴും നമ്മൾ ഡയറക്റ്റ് ഓട്സ് എടുത്തിട്ട് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നൊരവസ്ഥയിൽ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഓട്സ് ഒറ്റക്ക് കഴിച്ചിട്ട് കാര്യമല്ല കേട്ടോ. ഓട്സിൻ്റെ കൂടെ അതിൻ്റെ കൂട്ടാളിയോടെയും വിളിക്കണം പ്രോട്ടീൻ. വേണമെങ്കിൽ ഓട്സിലേക്ക് കുറച്ച് നട്ട്സ് ആഡ് ചെയ്യാം, ഇനി അല്ലെങ്കിൽ കുറച്ച് പാൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് വെണ്ണ ആഡ് ചെയ്യാം. ഇങ്ങനെ പ്രോട്ടീൻ അടങ്ങിയ എന്തെങ്കിലും ഒന്ന് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോഴേ ഈ കാർബോഹൈഡ്രേറ്റ് മാത്രമുള്ള ഓട്സിൻ്റെ ഗുണങ്ങൾ കൂടുതലായിട്ട് ആരോഗ്യപരമായിട്ട് രീതി നമുക്ക് പരിവർത്തനം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഹാഫ് വേവ്ഡ് ആയിട്ടുള്ള ഓട്സ് കഴിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. നന്നായിട്ട് പാചകം ചെയ്യണം, നന്നായിട്ട് ഇങ്ങോട്ട് അത് നമ്മളെ ആ ഒരു കഞ്ഞി രൂപത്തിലോട്ട് അങ്ങോട്ട് മാറ്റിയെടുക്കണം. പിന്നെ ഒരിക്കലും നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്തിട്ട് ഓട്സ് കഴിക്കാൻ പാടില്ല. ഓവർ കുക്ക് ചെയ്താൽ അവസാനം അത് സിമെൻറ്റ് പോലെ കൂടെ ഉറച്ചു പോകുന്നതാണ് പറയാം. ഓട്സ് ഉണ്ടാക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പാലിലേക്ക് ഓട്സ് ഇട്ടിട്ട് നമ്മൾ ചൂടാക്കി എടുക്കരുത്. നന്നായിട്ട് ചൂടാക്കി നന്നായിട്ട് വേവിച്ചെടുത്ത ഓട്സിലേക്ക് നമ്മൾ പിന്നെ പാൽ ആഡ് ചെയ്യാണ് വേണ്ടത്. ചിലർക്കൊരു ധാരണ ഉണ്ട്, ഞാൻ ദിവസം രാവിലെയും വൈകുന്നേരവും രാത്രിയും ഒക്കെ അങ്ങ് ഓട്സ് കഴിക്കാം. ഓട്ട് മീൽ അങ്ങനെ കഴിക്കുക. അതിൻ്റെ കൂടെ നമുക്ക് കിട്ടേണ്ട മറ്റ് പല ഭക്ഷ്യവസ്തുക്കളും ഉൾപ്പെടുത്തുന്ന ഭക്ഷണം കൂടി, വ്യത്യസ്ത തരം ഫ്രൂട്ട്സുകൾ, നട്ട്സുകൾ, സീഡ്സുകൾ, ഒമേഗ ഫാറ്റി ആസിഡുകൾ, ഇതൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. പിന്നെ ഓട്സ് അല്ലേന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വാരി ഒളിച്ച് കഴിക്കേണ്ട കേട്ടോ. മിനിമം നമ്മളെപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒരു മിനിമത്തിൽ നമ്മളെപ്പോഴും ഒതുക്കാൻ വേണ്ടി നോക്കണം. ഓട്സിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ തയ്യാറാക്കാം കേട്ടോ. ഓക്കെ.